ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടവിയിലേക്ക് പോവുകയാണ്. അടവി എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് തണ്ണിത്തോട്. തണ്ണിത്തോട്ടിലുള്ള ഒരു കൊട്ടവഞ്ചി സവാരിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അടവി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോന്നി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് അടവി കൊട്ടവഞ്ചി സവാരിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിറ്റപ്പൻ്റെ വീട് അവിടെ ഉണ്ട്. അവിടെ കൂടെ കയറി നമ്മുടെ അടവിയൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മുതലേ ഭയങ്കരമായ മഴയാണ്. രാവിലെ നമ്മൾ പോകണോ വേണ്ടായോ എന്നൊക്കെ പല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അടവി പോയില്ലെങ്കിൽ നമുക്ക് ചിറ്റപ്പൻ്റെയൊക്കെ വീട്ടിൽ പോയേ പറ്റത്തുള്ളായിരുന്നു. കാരണം നമുക്ക് അവിടെ വിരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും രാവിലെ മഴയാണെങ്കിലും രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഭയങ്കര ശക്തമായിട്ടൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ തണ്ണിത്തോട്ടിലെത്തി. അപ്പോൾ ഇതാണ് തണ്ണിത്തോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരെ മുകളിലോട്ട് പോകുന്നിടത്താണ് നമ്മുടെ ചിറ്റപ്പൻ്റെ വീട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് അവിടെ ചിറ്റപ്പനും മോളും ചിറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് വേണം നമുക്ക് അടവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുത്തന്നെ ഒരു കയറ്റമാണ് കേട്ടോ നമ്മുടെ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ താഴെ വന്ന് നമ്മൾ കുറച്ചൊന്ന് ശക്തമായിട്ട് മെനക്കെട്ടാൽ മാത്രമേ നമ്മുടെ ഈ കാർ മുകളിലോട്ട് കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി അവിടെ വീട്ടിൽ ചെന്ന് വീട്ടിലൊക്കെ നമ്മൾ ഇന്ന് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് അവിടേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്ന് വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ രാവിലെ കുറച്ച് മഴയായതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ ആകാറായി. അപ്പോൾ ഇത് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കാറ് ഇവിടെ തന്നെ ഇടാം, കാരണം നമുക്കിപ്പോൾ തന്നെ പോകാനിടോ അല്ലേ. അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ കാറ് വഴിയാണോ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. വന്ന ഉടനെ തന്നെ നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അടവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഒരു മഴ കൂടെ അതിശക്തമായിട്ട് പെയ്തു തോർന്നു. അപ്പോൾ നമ്മൾ അടവിയിലെത്തി. അത് നല്ല പാർക്കിംഗ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐ ലവ് അടവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആകെ ഇങ്ങനെ ചള്ളയൊക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ നല്ലൊരു അതിലൊക്കെ കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയതുകൊണ്ട് ഇതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നേ ഉള്ളൂ. നമ്മൾ കയറിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഒരു കൊട്ടവഞ്ചിക്ക് 500 രൂപയാണെന്ന് തോന്നുന്നു. അതിലൊരു 5 പേർക്ക് കയറാം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ചിറ്റപ്പനൊക്കെ പരിചയമുള്ളൊരു ഡ്രൈവർ അല്ലല്ലോ, നമ്മുടെ ഈ കൊട്ടവഞ്ചി തുഴയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ നമ്മുടെ ഈ കൊട്ടവഞ്ചി തുഴയുന്നത്. അപ്പോൾ പുള്ളി നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല കാട്ടിനുള്ളിൽ തന്നെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ നമ്മൾ വെയിൽ സമയത്ത് വന്നാലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കേട്ടോ. അങ്ങനെ ഈ പുള്ളി നമ്മുടെ ചിറ്റപ്പൻ്റെയൊക്കെ പരിചയക്കാരനായിരുന്നു. അങ്ങനെ നമ്മളെ കൊട്ടവഞ്ചി കയറ്റാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ആ പുള്ളി അല്ലായിരുന്നു കേട്ടോ നമ്മുടെ കൊട്ടവഞ്ചി തുഴയുന്നത്. അങ്ങനെ നമ്മളിങ്ങോട്ട് കയറാം. അപ്പോൾ ഇവിടെ ഒരു പാത്തി പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിറ്റപ്പനൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ ആനയുണ്ട്, അതായത് ഈ സൈഡിൽ നിന്ന് ഈ ഇടയ്ക്കൊരു തോട് പോലെ വെട്ടിയിട്ടുണ്ടല്ലോ, അത് ക്രോസ് ചെയ്ത് ആന അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പാലം പോലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പാലം ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കനം കുറഞ്ഞ തടിയാണ്. അപ്പോൾ ആന അതിൽ ചവിട്ടാനായിട്ട് തുടങ്ങുമ്പോൾ ആനയ്ക്കത് മനസ്സിലാവും, അതിൽ ചവിട്ടി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. അങ്ങനെ ആന അത് പിന്മാറും എന്നാണ് പറയുന്നത്. അതെ, കൊട്ടവഞ്ചിയാണ് കേട്ടോ ഈ മരത്തിലൊക്കെ ചാരിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഉച്ച സമയം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒക്കെ വളരെ കുറവായിരുന്നു. 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ സമയത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കുറേ ലൈഫ് ജാക്കറ്റ് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കുറേയൊക്കെ വെള്ളമൊക്കെ പിടിച്ച് അതിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കരിമരൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ നമ്മുടെ ഓവർകോട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടത് ഭയങ്കര ഉപകാരമായി. കാരണം അതുകൊണ്ട് ആ പുറത്തെ ഷർട്ട് മാറ്റിയിട്ട് ബെന്നിൻ മാത്രം ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഇടാനായിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല തൂവുള്ള ഡ്രസ്സായതുകൊണ്ട് അത് എടുത്തെറിയും. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എൻ്റെ ഫോണിലും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റാം.
അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 വഞ്ചി ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ചു വന്നതിൻ്റെ ഒരു തിരക്കായിരുന്നു അവിടെ കണ്ടത്. അപ്പോൾ നമ്മുടെ വഞ്ചി പുള്ളിക്കാരൻ ഇങ്ങനെ അത് തുഴയുന്ന ആളിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ട് ആകെ സീറ്റൊക്കെ ആകെ നനഞ്ഞൊക്കെ നാശമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നനയും, വേറെ ഇരിക്കുമ്പോൾ നനയുന്നതല്ലാതെ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായാലും നനയും. എങ്കിലും പുള്ളിയുടെ ഡ്യൂട്ടി എന്ന രീതിയിൽ അത് നന്നായിട്ട് തുടച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ മഴയാണെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. മഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും അമ്മയും അതുപോലെ തന്നെ പൊന്നുണ്ട്, അതായത് എൻ്റെ ചിറ്റപ്പൻ്റെ മോളാണ്. അവളെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ എൻ്റെ മാരേജ് വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പേരോടാണ് കേട്ടോ കയറുന്നത്. ചിറ്റപ്പനും ചിറ്റയും കയറുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് സ്ഥിരമായിട്ട് കയറുന്നുണ്ട്. അവർക്ക് വലിയ കൗതുകവും കാര്യങ്ങളും ഒന്നുമില്ല. അതേ അങ്ങ് ദൂരെ കാണുന്നില്ല ഇതുപോലെ ഇങ്ങനെ പാത്തി ഇങ്ങനെ റിവർ ക്രോസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. കാരണം അതേ കൂടെ ഒന്നും ആനയ്ക്ക് നടന്ന് പോരാൻ പറ്റത്തില്ല, അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ആന കയറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നമ്മളെ ആ പുള്ളിക്കാരെ ഓരോരോ സീറ്റ് ഇങ്ങനെ തുടച്ച് അതിലെല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്ന് ഒരു സീറ്റ് ഉണ്ട്, അതിലോട്ട് ഇരുത്തുവാണ്. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തിട്ടൊക്കെ പോകാം ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് കൈ പിടിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ അതിനകത്ത് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് നടുക്ക് ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇവരിങ്ങനെ കറക്കുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ കയറിയിട്ടുള്ളതുകൊണ്ട് അറിയാം. ഫോണൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് ഈ കുറച്ച് പേടിയൊക്കെ ഉള്ളവർക്ക് അത് കയ്യിൽ നിന്ന് സ്ലിപ്പായൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ബാഗ് എടുത്താണ് ആ ഒരു സമയത്ത് അതിനകത്ത് ഫോൺ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചി കയറി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. മഴ ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഇടയ്ക്ക് പെയ്യുകയും തൊഴിയുകയും ചെയ്തുകൊണ്ട് നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളി നമ്മുടെ തുഴച്ചിൽക്കാരൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ റെയിൻകോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ കുടയൊക്കെ ചൂടി ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം തന്നെ അത് കുറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നട്ടുച്ച സമയമാണ്, അതായത് 1 മണി 1:30 സമയമാണ്. എങ്കിൽ പോലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഈ സമയത്ത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ കറക്കം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒത്തിരി സ്പീഡിൽ കറക്കണ്ട, കാരണം നമുക്ക് എല്ലാവർക്കും കുറച്ച് പേടി, അതുപോലെ തന്നെ തമ്മയ്ക്കൊക്കെയാണ് തലകറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് കറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ സ്പീഡിൽ കിടക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇതുപോലെ നല്ല സ്പീഡിൽ കറങ്ങും കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറക്കമാണ് അതിൻ്റെ ഏറ്റവും നമ്മുടെ ഒരു കൊട്ടവഞ്ചി സവാരിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം. നമ്മളെ ഇത്രയും സ്പീഡിൽ കറക്കില്ലെങ്കിൽ അത്യാവശ്യം സ്പീഡിലൊക്കെ കറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഏരിയയിൽ അവർ നമ്മളിങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇന്ന് മഴയാണ്, ഞങ്ങൾ പറഞ്ഞു ഒരുപാട് ദൂരേക്ക് പോകേണ്ട, കാരണം മഴ ഉറച്ച് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടാണ്, മലവെള്ളമൊക്കെ ഇറങ്ങുന്നൊക്കെ സ്ഥലം, അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മളും പറഞ്ഞു. പിന്നെ ആ തുഴയുന്ന ചേട്ടനും പറഞ്ഞു നമുക്ക് ഒത്തിരി ദൂരേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിനകത്ത് ഒരുപാട് ജീവികളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ വെള്ളത്തിലെ കുറേ ഇങ്ങനെ തവള പോലത്തേതും പിന്നെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ. വെള്ളത്തിലെ പാമ്പിന് അധികം വിഷമില്ല എന്നാണ് പറയുന്നത്. നല്ല തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ പോലും ഒരു തണുപ്പ് ഫീൽ ചെയ്യും, കാരണം നല്ല ഐസ് പോലത്തെ വെള്ളമൊക്കെ നല്ല കുറച്ച്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരം മുതലേ നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം നല്ല ഐസ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നല്ല തണുപ്പ്, കോട ഇറങ്ങുന്നതിൻ്റെ ഒരു തണുപ്പും പിന്നെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കൊട്ടവഞ്ചി സവാരി
അടിപൊളിയായിട്ട് ആഘോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, മഴ പെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു നമ്മുടെ ഈ മരത്തിൻ്റെയൊക്കെ ഒരു സൈഡ് ചേർത്താണ് ആ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോയത്. കാരണം നമ്മുടെ തലയൊന്നും അധികം നനയായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈറ്റയൊക്കെ വന്ന് നമ്മുടെ തലയിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഒരു സ്ഥലം വരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊട്ടാഞ്ചിയെ കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് 1-2 സ്ഥലത്ത് ചെന്നപ്പോൾ മാത്രമാണ് ചെറിയ മഴ പെയ്തത് കേട്ടോ. എന്നാലും വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കൊട്ടാഞ്ചി സവാരി നല്ലതായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചെത്തി. പിന്നെ കുറച്ച് നേരം അവിടെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ് അവിടെയൊക്കെ നിൽക്കാം. അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയമായപ്പോഴത്തേക്ക് കുറേ ഫാമിലീസൊക്കെ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് പാൻറ്റൊക്കെ മടക്കി വെച്ച് ചെരുപ്പൊക്കെ ഊരി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പിന്നെ ഇങ്ങനെ ഇരച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നമുക്ക് ചെറിയ പേടിയുണ്ട്. കാരണം ഇങ്ങനെ മലവെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നടുക്കോട്ട് ഇറങ്ങില്ല കേട്ടോ. കാരണം ഈ ഒരു മഴ ഇന്നലെ രാത്രി മുതലേ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പെട്ടെന്നൊരു വെള്ളം ഒക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വരത്തില്ല എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ കരയിലൊക്കെ നിന്ന് കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീൽസൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പല പല ഭാഗങ്ങളിൽ നിന്ന് പല പല ഭാവങ്ങളിൽ ഉള്ള റീൽസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിനകത്തേക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നല്ല ഐസ് പോലെ തണുത്തിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ വെള്ളം ചിപ്പുന്ന പോലത്തെ ഒരു റീൽ എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചേട്ടൻ എന്തോ സംസാരിച്ച് അണ്ണാക്കി വരെ വെള്ളം കയറിപ്പോയി. അങ്ങനെ നല്ല ഇടയ്ക്ക് നല്ല കോമഡിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറാൻ തോന്നത്തില്ല. കാരണം വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റ്, നല്ല തണുപ്പാണ് ഇങ്ങനെ വെള്ളത്തിനകത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാലിങ്ങനെ മരവിക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും നമുക്ക് നല്ല നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളവും പുഴയും അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ നല്ല രസമാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ഇത് ഡബ് ചെയ്യുന്ന സമയത്ത് പോലെ എനിക്ക് നല്ലപോലെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ. അങ്ങനെ നമ്മൾ ഫൈനലി കാലൊക്കെ നല്ലപോലെ കഴുകി നമ്മുടെ മണ്ണിൽ ഇങ്ങോട്ടൊക്കെ കയറിയ സമയത്തൊക്കെ നല്ലപോലെ മണ്ണൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഫുൾ നനഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് കയറാൻ നേരത്ത് വീണ്ടും അതിശക്തമായിട്ട് തന്നെ നമ്മുടെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം നമ്മൾ നേരെ നമ്മൾ ഇറങ്ങി വന്നില്ലേ, ടിക്കറ്റൊക്കെ എടുത്ത് ആ കൗണ്ടറിൻ്റെ അവിടെ വരെ പോവാണ്. അപ്പോൾ അവിടെ ഉള്ളൂ നമുക്ക് നിൽക്കാനായിട്ടൊരു സ്ഥലം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടവഞ്ചി ഒരു കുട പോലെ ഇങ്ങനെ കൂണ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നിൽക്കാം. ഇങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഷോപ്പ് പോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹണിയും അതുപോലെ തന്നെ കാട്ടുൽപ്പന്നങ്ങളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പ്. അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ ആ ഊഞ്ഞാലിൽ കയറി നാടണോ എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഊഞ്ഞാലിൽ കയറി വന്ന് ആട്ടാൻ പറഞ്ഞപ്പോൾ ചേട്ടനെ തൊട്ടിലാട്ടുന്ന പോലെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറപ്പിച്ച് വിടാൻ പറഞ്ഞപ്പോൾ എന്നെ പറപ്പിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഊഞ്ഞാലിലും ആടിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പന്തിയെല്ലാം തോന്നി. നമ്മളെല്ലാവരും നേരെ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി പോകാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം മഴ തോരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വീണ്ടും പെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് കുറേ ദൂരം പോകാനുണ്ട്. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു
1 മണിക്കൂറോളം ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു 30 മിനിറ്റോളം കാട്ടിലൂടെ വേണം നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ് ആകെ ഫുൾ ശോകമായതുകൊണ്ട് ഞാൻ പൊന്നിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. കാരണം എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ വെള്ളം നമ്മൾ നിൽക്കുവാകുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോരുന്നൊരു പരുവത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അതിമനോഹരമായ കൊട്ടവഞ്ചി സവാരിയും ഇന്നത്തെ ട്രിപ്പും വിരുന്നും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് കഴിഞ്ഞു. അങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു മഴയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം കൊട്ടവഞ്ചിയിലൊന്നും കയറിയിട്ടില്ലാത്തവരൊക്കെ അടവിയിൽ വരിക, കൊട്ടവഞ്ചിയിലൊക്കെ കയറുക, നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുക. മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അവിടെ കുറേ നേരം നിൽക്കാനും ആ ഒരു ഭാഗത്തൊക്കെ ആഴം കുറവാണ് കേട്ടോ പുഴയിൽ. അവിടെയൊക്കെ നമുക്ക് നല്ലപോലെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. മഴ ആയതുകൊണ്ടാണ് നമുക്കൊരു പേടിയായത്. കാരണം മലവെള്ളവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എപ്പോഴും ടി വിയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാമായിരുന്നു. അപ്പോൾ നല്ല അതിഭയങ്കരമായ മഴയാണ്. പിന്നീട് അങ്ങോട്ട് ഒട്ടും തോരാതെ പെയ്തുകൊണ്ട് തന്നെ അങ്ങ് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അതിമനോഹരമായ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തിരി ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാടിറങ്ങണം. കാരണം ഇവിടെ ആന, പുലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ റോഡിലൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും. ഇപ്പോൾ ഒരു നിവർത്തിയില്ല. കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം ഇപ്പം തന്നെ ഒരു സന്ധ്യ ആവുന്നൊരു രൂപമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.